തുടങ്ങിയ സമയത്ത് നല്ല മോശമായിട്ടാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ ആ സമയത്ത് ഷിസ മിസ്സായിരുന്നു. മിസ്സ് ഞങ്ങൾക്ക് കുറേ മോട്ടിവേഷൻ തരുമായിരുന്നു, നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പം മിസ്സ് ഞങ്ങൾക്ക് ഗോൾസ് എല്ലാം സെറ്റ് ചെയ്യുമായിരുന്നു. മാർക്ക് ഞാൻ എത്ര പഠിക്കുന്നു മാർക്ക് കിട്ടുന്നില്ല, പക്ഷെ എന്നാലും ടീച്ചേഴ്സ് സപ്പോർട്ട് ഉണ്ടായിരുന്നു. അത്രയും പാടുള്ള സബ്ജക്റ്റ് അവർക്ക് പഠിച്ചെടുക്കാൻ കഴിഞ്ഞത് ബ്രില്യൻറ്റിൻ്റെ ടീച്ചേഴ്സിൻ്റെ ഒരു പ്രത്യേകതരം കഴിവുകൊണ്ടാണ്. നോക്കുമ്പം ബ്രില്യൻ്റാണ് നമ്പർ 1 എന്ന് മനസ്സിലായി. ബ്രില്യൻറ്റിൻ്റെ ആ ഒരു ശിക്ഷണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ശ്രീവിനായകന് മാത്രമല്ല, മറ്റുള്ള പഠിക്കാൻ താല്പര്യമുള്ള ഏത് കുട്ടികൾക്കായാലും ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാനായിട്ട് ബ്രില്യൻറ്റ് നന്നായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഹായ് ഓൾ, 2025 നീറ്റ് പരീക്ഷയിൽ 555 മാർക്ക് കരസ്ഥമാക്കി ഓൾ ഇന്ത്യ തലത്തിൽ 10,299 റാങ്കോടുകൂടി കൊല്ലം സെൻറ്ററിൻ്റെ അഭിമാനമായി മാറിയ ശ്രീവിനായകാണ് നമ്മളോടൊപ്പം ഇന്നുള്ളത്. ശ്രീവിനായകൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം. മോൻ്റെ കൂടുതൽ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായി അമ്മയും അച്ഛനും നമ്മോടൊപ്പം ചേർന്നിട്ടുണ്ട്. അമ്മയുടെ പേര് സീന, ടീച്ചറാണ്. അച്ഛൻ്റെ പേര് സതീശൻ, PWD ഓഫീസറാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ അവരോടൊന്നും ചോദിക്കാം. കൺഗ്രാജുലേഷൻസ് മോനെ. താങ്ക് യു മാം. എങ്ങനെയായിരുന്നു ഒരു നീറ്റിൻ്റെ ജേർണി എന്ന് പറയുന്നത്? നീറ്റിന് ഞാൻ ഇപ്പം ബ്രില്യൻറ്റിൽ +1 +2 ആയപ്പോൾ സ്കൂളിൽ ഇൻ്റഗ്രേറ്റഡ് കോച്ചിങ് ആയിട്ട് ജോയിൻ ചെയ്തതാണ്. അപ്പം ബ്രില്യൻറ്റിൽ ഇപ്പം നമ്മൾ സ്കൂൾ കഴിഞ്ഞിട്ട് ഉച്ച തൊട്ട് ബ്രില്യൻറ്റിലെ ക്ലാസ്സസ് ഉണ്ട്. അപ്പം ഈ ക്ലാസ്സുകളിൽ സാറുമാർ പഠിപ്പിക്കുന്ന സാറുമാർ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയാണ് സ്കൂളിൽ സ്പെസിഫിക്കലി ആയിട്ട് പഠിപ്പിക്കുന്നത്. അപ്പം നീറ്റിന് വേണ്ടി പഠിക്കുന്നു. അപ്പം ഇത് ഞാൻ തുടങ്ങുന്ന സമയത്ത് ഞാൻ സാറുമാരെ ക്ലാസ്സെല്ലാം കേൾക്കുമായിരുന്നെങ്കിലും പോലും കുറേ പെൻഡിങ് വയ്ക്കുമായിരുന്നു. അപ്പം പെൻഡിങ് വയ്ക്കുക കാരണം കുറേ ബുദ്ധിമുട്ട് ആദ്യം കുറേ അനുഭവിച്ചിരുന്നു. മാർക്കെല്ലാം നല്ല കുറവായിരുന്നു. അപ്പം കുറേ സമയം കഴിയുമ്പോൾ പിന്നെ നമ്മുടെ ബ്രില്യൻറ്റിലെ സാറുമാർ പറഞ്ഞു, ഇത് ഓരോ ദിവസം പഠിക്കുന്നത് അപ്പം തന്നെ റിവൈസ് ചെയ്താൽ ശരിയാകും. അപ്പം അങ്ങനെ ഫോളോ ചെയ്ത് തുടങ്ങിയപ്പോൾ ഓരോ ദിവസവും ക്ലാസ്സിൽ നല്ല ശ്രദ്ധിച്ച് കേൾക്കുകയും അത് കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ച് അന്ന് തന്നെ പഠിക്കുകയും ചെയ്തപ്പോൾ മാർക്കിന് കുറച്ച് ഇമ്പ്രൂവ്മെൻ്റായി വന്നു തുടങ്ങി. അപ്പം എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ ആ സമയത്ത് ഷിസ മിസ്സായിരുന്നു. മിസ്സ് ഞങ്ങൾക്ക് കുറേ മോട്ടിവേഷൻ തരുമായിരുന്നു, നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റുമെന്ന്. മിസ്സ് അപ്പം ഞങ്ങൾക്ക് മാർക്ക് കുറഞ്ഞ സമയത്ത് പോലും മിസ്സ് പറയുമായിരുന്നു, ഇതിങ്ങനെ ചെയ്താൽ മതി, ഒരു മെത്തേഡ് പറഞ്ഞു തരുമായിരുന്നു. മോൻ്റെ +1 +2 പഠനമൊക്കെ എവിടെയായിരുന്നു? എൻ്റെ +1 +2 ഇവിടെ ശ്രീനാരായണ പബ്ലിക് സ്കൂൾ വടക്കേവിളയിലായിരുന്നു. ഓക്കെ. ബ്രില്യൻ്റ് ഏത് പ്രോഗ്രാമാണ് മോൻ ചെയ്തത്? ഇൻ്റഗ്രേറ്റഡ് റെസിഡൻഷ്യൽ ബാച്ചായിരുന്നു. SN സ്കൂളിലായിരുന്നു. സ്കൂൾ. അവിടുത്തെ പഠന രീതിയൊക്കെ ഒന്ന് പറയാമോ? ഇവിടെ രാവിലെ സ്കൂളിലായിരുന്നു, ഉച്ച കഴിഞ്ഞിട്ട് ബ്രില്യൻറ്റിൽ ക്ലാസ്സസ് ഉണ്ടായിരുന്നു. ബ്രില്യൻ ക്ലാസ്സസിൽ നമ്മൾ സാറുമാർ ഓരോ 3 സബ്ജക്ട്, നീറ്റിന് വേണ്ട 3 സബ്ജക്റ്റിനെ കുറിച്ച് നല്ല ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. അതൊക്കെയായിരുന്നു ക്ലാസ്സസ്. പിന്നെ അതിനെപ്പറ്റി വീട്ടിൽ ഇരുന്ന് പഠിക്കുമായിരുന്നു, റിവൈസ് ചെയ്യണം. 555 പോലൊരു ഡ്രീം സ്കോറൊക്കെ നേടി കേരളത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുകയാണ്. അപ്പോൾ മോൻ്റെ പഠന രീതിയെ പറ്റി അറിയാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട്, അതൊക്കെ ഒന്ന് പറയാമോ? ഓക്കെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം തുടങ്ങിയ സമയത്ത് നല്ല മോശമായിട്ടാണ് പഠിച്ചുകൊണ്ടിരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും ഫസ്റ്റ് ഓൺലൈൻ ക്ലാസ് ആയിരുന്നപ്പോൾ പോലും ഞാൻ കുറേ ബാക്ക്ലോഗ് എല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് മാർക്കും സ്കോറും എല്ലാം ലോ ആണ്. പക്ഷെ എന്നിട്ട് ബ്രില്യൻറ്റിലെ ടീച്ചേഴ്സ് പറഞ്ഞു, ക്ലാസ്സിൽ വന്ന ടീച്ചർ പറഞ്ഞു, നിങ്ങളിപ്പം ബാക്ക്ലോഗ് അവിടെ ഇരിക്കട്ടെ, പക്ഷേ നിങ്ങളിപ്പം പഠിക്കുന്നത് അപ്പോഴേ തന്നെ പഠിച്ച് പോകണം. അപ്പം അങ്ങനെ ചെയ്തു തുടങ്ങിയപ്പോൾ ഒരു കുറച്ച് ഇമ്പ്രൂവ്മെൻ്റായി. എന്നിട്ട് ഞങ്ങളുടെ ആ സമയത്തുള്ള ക്ലാസ് ടീച്ചർ ഷിസ മിസ് ഉണ്ടായിരുന്നു. മിസ്സിൻ്റെ സപ്പോർട്ടും പിന്നെ ഇപ്പം അർജുൻ സാറിൻ്റെ സപ്പോർട്ടും രണ്ടുപേരും നന്നായിട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ അവർ കുറേ മോട്ടിവേഷൻ തരും. എല്ലാ പരീക്ഷയും കഴിഞ്ഞ് മാർക്ക് കുറഞ്ഞ സമയത്ത് സാറും മിസ്സും വന്ന് പറയുമായിരുന്നു, വിഷമിക്കണ്ട, ലൈക്ക് മാർക്ക് കിട്ടും, ഇങ്ങനെ ഈ പോയിന്റിൽ ഈ ചില സബ്ജക്റ്റ് ഇങ്ങനെ ഫോക്കസ് ചെയ്താൽ മതി, ഈ നമുക്ക് പാടായിട്ട് തോന്നുന്ന സബ്ജക്ട്സ് എല്ലാം ചെയ്ത് പഠിക്കുക, ലൈക്ക് ഫിസിക്സും കെമിസ്ട്രീൻ്റെ പ്രോബ്ലംസ് എല്ലാം ചെയ്ത് നോക്കുക. അപ്പം മിസ് ഞങ്ങൾക്ക് ഗോൾസ് എല്ലാം സെറ്റ് ചെയ്യുമായിരുന്നു. ലൈക്ക് ചില സമയത്ത് നമുക്ക് ഒരു പരീക്ഷ വരുമ്പോൾ ഒന്നെങ്കിൽ ഒരു മാർക്ക് നമ്മൾ ഗോൾ സെറ്റാക്കി വെക്കണം, അതിനെക്കാട്ടിയും കൂടുതൽ മാർക്ക് മേടിക്കണം, അല്ലെങ്കിൽ ഒരു റാങ്ക്, അതിനെ കുറഞ്ഞ ഒരു റാങ്ക്, 100 അബോവ് റാങ്ക് മേടിക്കുക, അങ്ങനെ ഒരു ഗോൾ സെറ്റ് ചെയ്യുമായിരുന്നു. അപ്പം ഇതെല്ലാം കൂടെ പിന്നെ മാം ഒരു ചാപ്റ്ററിൽ നിന്നും ഫിസിക്സും കെമിസ്ട്രി ആണെങ്കിൽ ഒരു 50-100 ക്വസ്റ്റ്യൻ ചെയ്യാൻ പറയുമായിരുന്നു. അപ്പം ഇത് ചെയ്തു വന്നപ്പോൾ മാർക്കിന് ഒരു നല്ല ഇമ്പ്രൂവ്മെൻ്റ് ആയി. ബ്രില്യൻ്റ് ഒരു സപ്പോർട്ട് എങ്ങനെയായിരുന്നു മോൻ്റെ പഠന കാലയളവിൽ? എനിക്ക് നന്നായിട്ട് സപ്പോർട്ട് ഉണ്ടായിരുന്നു. വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ലൈക്ക് മാർക്ക് ഇടയ്ക്ക് സമയത്ത് നന്നായിട്ട് കൂടും, അപ്പം വീണ്ടും അടുത്ത പരീക്ഷ ആകുമ്പോൾ നന്നായിട്ട് കുറയും. അപ്പം ഒരു ഡെസ്പാകുന്ന സിറ്റുവേഷൻ ആകും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്ക് ഞാൻ എത്ര പഠിക്കുന്നു മാർക്ക് കിട്ടുന്നില്ല, പക്ഷെ എന്നാലും ടീച്ചേഴ്സ് സപ്പോർട്ട് ഉണ്ടായിരുന്നു. എനിക്ക് മേടിക്കാൻ പറ്റും, ഒന്നും കൂടെ ട്രൈ ചെയ്താൽ മതി, ട്രൈ ചെയ്തുകൊണ്ടിരുന്നു, ഇങ്ങനെ തന്നെ ട്രൈ ചെയ്താൽ മതി എന്ന് പറഞ്ഞൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു.
മകൻ്റെ പഠന രീതിയെപ്പറ്റി മാഡത്തിന് എന്താണ് പറയാനുള്ളത്? ബ്രില്യൻ്റ് ഒരു സപ്പോർട്ടൊക്കെ ഒന്ന് വിശദീകരിക്കാമോ? മോൻ ബ്രില്യൻ്റിൽ പോയതിന് ശേഷം ഡീറ്റെയിൽ ആയിട്ട് ഈ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയൊക്കെ പഠിച്ചു തുടങ്ങിയത് ബ്രില്യൻ്റിലെ സാറന്മാരുടെ ക്ലാസ് കേട്ടിട്ടാണ്. ഓൺലൈൻ ക്ലാസ്സിൽ ഞാൻ കേൾക്കുമായിരുന്നു. അപ്പം മോനെ കുട്ടാന്നൊക്കെ വിളിച്ച് എല്ലാവരോടെയും അങ്ങനെ സംസാരിക്കും. എല്ലാവരുടെയും അറ്റൻഷൻ ആ സാറന്മാർ മേടിക്കുന്നത് എനിക്കും നല്ലൊരു ഇമ്പ്രസ് ചെയ്തിട്ടുണ്ട്. സാറന്മാരുടെ ആ ഒരു പഠന രീതിയൊക്കെ, പഠിപ്പിക്കുന്ന രീതിയൊക്കെ. അപ്പം മോനും അതിനകത്ത് ഭയങ്കര ക്ലാസ്സിൽ തന്നെ പഠിക്കാൻ ശ്രമിക്കുന്ന ആളാണ് മോൻ, ചെറുതിലേ തൊട്ടേ പഠിച്ചു വരുന്ന ആളാണ്. അപ്പം അത് ക്ലാസ്സിലെ സാറന്മാരെന്ന് പറയുന്നത് എന്ത് ടീച്ചേഴ്സും സാറന്മാരും പറയുന്നത് അവൻ അതുപോലെ അനുസരിക്കും എന്നുള്ള കാര്യം. അതുപോലെ അതുകൊണ്ട് വീട്ടിൽ എനിക്ക് ആർക്കും അവനെ പഠിക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ അങ്ങ് പറയേണ്ടി വന്നിട്ടില്ല. ആളുടെ കാര്യം ഇപ്പം പഠിക്കാനുള്ള കാര്യങ്ങളെല്ലാം സ്വന്തമായിട്ട് ചെയ്തോളും. അതിന് അവിടുത്തെ ഷിരിത മിസ്സും ആദ്യം മിസ്സായിരുന്നു, പിന്നെ അർജുൻ സാറും ഭയങ്കര സപ്പോർട്ടാണ് കൊടുത്തത്. ടീച്ചേഴ്സിൻ്റെ സപ്പോർട്ട് വളരെയധികം ഉണ്ടായിരുന്നു. അത് ഞാൻ പറഞ്ഞു, ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നത് ആ രീതിയിലാണല്ലോ. അത്രയും പാടുള്ള സബ്ജക്റ്റ് അവർക്ക് പഠിച്ചെടുക്കാൻ കഴിഞ്ഞത് ബ്രില്യൻറ്റിൻ്റെ ടീച്ചേഴ്സിൻ്റെ ഒരു പ്രത്യേകതരം കഴിവുകൊണ്ടാണ്. എൻ്റെ മോളും ബ്രില്യൻറ്റിലാണ് പഠിച്ചിരുന്നത്. മോളിപ്പം ഫസ്റ്റ് ഇയർ MBBS പഠിക്കുന്നത്. എവിടെയാണ് പഠിക്കുന്നത് മകള്? ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ. ശ്രീവിനായകൻ്റെ പഠനകാലത്തെ മറ്റ് അച്ചീവ്മെൻറ്റ്സിനെ പറ്റി ഒന്ന് പറയാമോ? അച്ചീവ്മെൻറ്റ്സ് ചെറുപ്പത്തിൽ തൊട്ടേ എല്ലാത്തിനും പങ്കെടുക്കും. പ്രസംഗത്തിനും കവിതാപാരായണത്തിനും അങ്ങനെയുള്ള എല്ലാ ആക്ടിവിറ്റീസിനും ആൾ പങ്കെടുത്ത് ട്രോഫിയായിട്ടേ വീട്ടിൽ വരുള്ളൂ. അങ്ങനെ ചെറുതിലെ എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ മതപരമായ ചടങ്ങുകളിൽ ഓരോ കാര്യങ്ങളൊക്കെ വരുമ്പോഴും ആൾ അതിൻ്റെതും പഠിക്കും. എല്ലാം അന്നോട്ടേ ഞങ്ങൾ പറയുമ്പം അത് പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കൊച്ചിലേ തന്നെ. അങ്ങനെ ഒരു ശീലമുണ്ട്, പഠിക്കുന്നതിനോടും ടീച്ചേഴ്സ് പറയുന്നതിനോടും എല്ലാം അനുസരിക്കുന്നൊരു. ശ്രീവിനായക് ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ നീറ്റ് പോലെ എൻട്രൻസിന് റിപ്പീറ്റ് ആണെന്ന് പറഞ്ഞപ്പം ബ്രില്യൻ്റ് ചൂസ് ചെയ്യാനുള്ള കാരണം എന്തായിരുന്നു? ബ്രില്യൻ്റ് മീൻസ് മോളുടെ പഠനകാലത്താണല്ലോ ഞാനിത് അന്വേഷിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ പറഞ്ഞു കേട്ട് വെച്ച് നമ്മൾ നോക്കുമ്പം ബ്രില്യൻ്റാണ് നമ്പർ 1 എന്ന് മനസ്സിലായി. അതിലാണ് മോനെ അതിലോട്ട് മാറ്റിയതും. 10th കഴിഞ്ഞിട്ടാണ് സ്കൂൾ മാറ്റുന്നതും ഇങ്ങനെ ചേർക്കുന്നതും ഒക്കെ. ആദ്യം ഹൈബ്രിഡാണ് എടുത്തത്, പക്ഷെ പിന്നെ അത് ചേഞ്ച് ചെയ്തു ഇൻ്റഗ്രേറ്റഡ് ആക്കുകയും ചെയ്തു. മകൻ്റെ വിജയത്തിൽ സാറിന് എന്താണ് പറയാനുള്ളത്? മോനെ സമയത്ത് അവൻ കുഞ്ഞിലെ അവൻ നന്നായിട്ട് പഠിക്കുമായിരുന്നു. അവൻ പറയുമായിരുന്നു പിന്നെ സിവിൽ സർവീസാണ് അവന് താല്പര്യമെന്നൊക്കെ പറയുമായിരുന്നു. അപ്പോൾ പറഞ്ഞ അച്ഛൻ ആദ്യം ഒരു ജോലി വാങ്ങിച്ച് വെച്ചിട്ട് പിന്നെ സിവിൽ സർവീസിനെ അതങ്ങനെ പറയുമായിരുന്നു. അപ്പോൾ അതാണ് അവൻ്റെ ഒരു എയിം. പിന്നെ ക്ലാസ്സിനെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പേരൻസ് പറയുന്നതിനേക്കാളും കുറച്ചുകൂടി കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അധ്യാപകർ പറയുന്നതാണ്. അവർ ആപ്തവാക്യം പോലെ എടുക്കുമായിരുന്നു. അപ്പോൾ ഇവിടുന്ന് ഈ സ്കൂളിൽ നിന്ന് അർജുന സാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഭയങ്കര സാറെ നന്നായിട്ട് ഉപദേശിക്കും. അപ്പോൾ മോശമായാലും നന്നായാലും മോനെ കുട്ടാന്നൊക്കെ പറഞ്ഞിട്ട് പറയുമ്പോഴത്തേക്ക് അതെന്തോ ഒരു ഫ്രണ്ട്ലിയാണ് സംസാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ വളരെ ഇഷ്ടമായിരുന്നു. അപ്പോൾ സാറിങ്ങനെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് ഞങ്ങളാരെയും ശ്രദ്ധിക്കാറൊന്നുമില്ല. അവൻ്റെ കാര്യം കൃത്യമായിട്ട് അവൻ പോയിരുന്നു, പഠിക്കുമായിരുന്നു. മാർക്ക് കുറയുമ്പോഴത്തേക്കും അവൻ തന്നെ ഇത് പറയും. അതിന് ടീച്ചേഴ്സും അവിടുന്ന് ഉള്ള ബ്രില്യൻറ്റിൻ്റെ ആ ഒരു ശിക്ഷണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ശ്രീവിനായകന് മാത്രമല്ല, മറ്റുള്ള പഠിക്കാൻ താല്പര്യമുള്ള ഏത് കുട്ടികൾക്കായാലും ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാനായിട്ട് ബ്രില്യൻറ്റ് നന്നായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതിനെ ഞങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യണം എൻ്റെ കാഴ്ചപ്പാടിൽ. അപ്പോൾ വേറെ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഞാൻ പാലയിലായിരുന്നു നമ്മൾ പഠിച്ചത്. അപ്പോൾ അവരുടെ പിന്നെ ബ്രില്യൻറ്റിൻ്റെ ആ ഇടപെടിയിൽ വളരെ വലുതായിട്ട് തോന്നി. അതുകൊണ്ടാണ് ശ്രീവിനായകനെയും അവർ ബ്രില്യൻറ്റിൽ ചേർക്കാൻ സാധിക്കുകയും ബ്രില്യൻറ്റിൻ്റെ ആ ഇൻസ്ട്രക്ഷൻ അവർ കൃത്യമായിട്ട് മക്കൾ ഫോളോ ചെയ്യുകയും അവർക്കത് നന്നായിട്ട് ചെയ്ത് നന്നായിട്ട് നല്ല മാർക്ക് വാങ്ങിക്കാൻ സാധിക്കുകയും ചെയ്തത്. ഈ അവസരത്തിൽ എനിക്ക് ബ്രില്യൻറ്റിനോട് കടപ്പാടും അവരുടെ അധ്യാപകരുടെ ഉള്ള അപ്രിസിയേഷനും അറിയിക്കുകയാണ്. ഈ വർഷത്തെ നീറ്റ് നല്ല ടഫ് എക്സാം ആയിരുന്നല്ലോ. അപ്പോൾ ബ്രില്യൻ്റ് മോഡൽ എക്സാം മോനെ ആ എക്സാം എഴുതാൻ എങ്ങനെയാണ് സഹായിച്ചത്? ഈ വർഷത്തെ നീറ്റ് വളരെ ടഫാണ്. ലൈക്ക് ബ്രില്യൻറ്റിലും എല്ലാം സാധാരണ ഒരു ട്രെൻഡ് കാണുന്ന ബ്രില്യൻറ്റിൽ ആണ് ഏറ്റവും പാടുള്ള പരീക്ഷ വരുന്നത്. അത് കഴിഞ്ഞിട്ട് നീറ്റ് എഴുതുമ്പോൾ ഏറ്റവും എളുപ്പമായിട്ട് വരുന്നതാണ്. പക്ഷേ ബ്രില്യൻറ്റ് ഇത്രയും പാടുള്ള പരീക്ഷ ഇട്ടുകൊണ്ട് മാത്രമാണ് നമുക്ക് നീറ്റ് ഇത്രയും പാടായിട്ടും പോലും ഒരു കോൺഫിഡൻസിലൂടെ എഴുതാൻ പറ്റിയത്.
ബിക്കോസ് ആ ക്വസ്റ്റ്യൻ്റെ ലെങ്ത്തും ഇതും നമ്മൾ ഇപ്പം ബ്രില്യൻ്റിൽ അവസാനത്തെ കുറേ സെറ്റ് മോഡൽസ് ഉണ്ടായിരുന്നു, അതിൽ 2-3 നല്ല പാടായിരുന്നു. അപ്പം അത്രയും പാട് കണ്ടപ്പോൾ ആദ്യമായിട്ട് ഞാൻ ആ സമയത്ത് നല്ലതായിട്ട് മാർക്കെല്ലാം നന്നായിട്ട് കുറഞ്ഞു പോയി. അപ്പം ഞാൻ വിചാരിച്ചു പാടൊക്കെ എനിക്ക് മാർക്ക് പോകും. പക്ഷേ അങ്ങനെ 2-3 ബ്രില്യൻ്റ് അന്ന് ലാസ്റ്റ് ടൈം ഇട്ടായിരുന്നു. അപ്പം ആ 2-3 മോഡലാണ് എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് സത്യം പറഞ്ഞാൽ. ബിക്കോസ് അത്രയും പാട് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. എനിക്ക് ഇപ്പം പരീക്ഷ ഹാളിൽ വെച്ച് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ പരീക്ഷ എഴുതുന്ന സമയം തീരുന്നു, പക്ഷേ ക്വസ്റ്റ്യൻസ് കുറേ അൺഅറ്റൻഡ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പം ബ്രില്യൻ്റ് ആ കുറേ മോഡൽ അന്ന് അത്രയും പാടുള്ളത് കണ്ടുകൊണ്ട് മാത്രം ഒരു സമാധാനമുണ്ട്. കുഴപ്പമില്ല, മാർക്ക് എല്ലാവർക്കും ലോ ആയിരിക്കും, കട്ട് ഓഫ് ലോ ആയിരിക്കും. അപ്പം ഒരു ഇച്ചിരി സമാധാനത്തോടെ എഴുതാൻ പറ്റി. പക്ഷെ എന്നാലും ഒരു കുറച്ച് മിസ്റ്റേക്സ് ഉണ്ടാക്കി. ബ്രില്യൻ്റ് സ്റ്റഡി മെറ്റീരിയൽസ്, ലേണിംഗ് ആപ്പ് അതൊക്കെ മോൻ്റെ പഠനത്തിന് സഹായകമായിട്ടുണ്ടോ? യെസ്, ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത് ബ്രില്യൻ്റിൻ്റെ ലേണിംഗ് ആപ്പാണ്. ഞാൻ കൂടുതൽ ബുക്ക് അങ്ങനെ എടുത്തിട്ടില്ല. ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച ബ്രില്യൻ്റിൽ കുറേ ചാപ്റ്റേഴ്സിൻ്റെ ലെവൽ 2 എക്സാംസും പിന്നെ കുറേ മോഡൽസും ഉണ്ട്. അപ്പം അതുവഴിയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്താക്കുന്നത്. ഒരു ഡോക്ടർ ആകണമെന്നുള്ള ആഗ്രഹം ഇതാ സബലീകരിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു ആഗ്രഹത്തിന് മോന് പ്രചോദനമായത് എന്താണ്? ഞാൻ ആദ്യം എനിക്കൊരു സിവിൽ സർവൻറ്റ്, ഒരു IAS ഓഫീസർ ആകണം എന്നൊരു തീരുമാനത്താണ്. അപ്പം ഞാൻ ചിന്തിച്ചു, അപ്പം ഒരു ഡിഗ്രി എന്തായാലും അതിന് മസ്റ്റാണ്. അപ്പം MBBS എന്ന് പറഞ്ഞൊരു കോഴ്സുണ്ട്. അപ്പം അതിൽ നമ്മൾ എന്തായാലും ആൾക്കാരെ സേവിക്കുന്ന ഒരു ജോലിയാണ്. അപ്പം സിവിൽ സർവീസും അതുതന്നെയാണ്, ആൾക്കാരെ സേവിക്കുന്നു, ആൾക്കാരെ സഹായിക്കുന്നു. അതുപോലത്തെ ഒരു കരിയർ ഓപ്ഷൻ നോക്കിയപ്പോൾ MBBS ആയിരുന്നു ബെസ്റ്റ് എന്ന് തോന്നി. ഏതാണ് ഡ്രീം കോളേജ്? എവിടെ പഠിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്? എല്ലാവരുടെയും ആഗ്രഹം പോലെ എയിംസ് ഡൽഹി തന്നെയാണ്. ബട്ട് ഇത്തവണത്തെ മാർക്ക് കാരണം തിരുവനന്തപുരം, കോഴിക്കോട് കിട്ടുമെന്ന പ്രതീക്ഷ. 2026 നീറ്റ് എക്സാം എഴുതാൻ പോകുന്ന നമ്മുടെ കുട്ടികളോട് എന്താണ് മോന് പറയാനുള്ളത്? ഞാൻ ഒരു കാര്യം പറയൂ, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു കുട്ടിക്ക് പഠിച്ചാൽ നേടാൻ പറ്റുന്ന ഒരു പരീക്ഷയാണ് നീറ്റ്. നമ്മൾ ഒരു വർഷമെങ്കിലും ജസ്റ്റ് കഷ്ടപ്പെട്ടാൽ, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പരീക്ഷ നീറ്റാണ്. അത് ആർക്കും ചെയ്യാൻ പറ്റും, അവരുടെ മനസ്സതിലോട്ട് വെച്ചാൽ മതി. മോൻ്റെ ആഗ്രഹം പോലെ തന്നെ മോൻ്റെ ഡ്രീം കോളേജിൽ പഠിക്കാൻ സാധിക്കട്ടെ. മുന്നോട്ടുള്ള ജീവിതത്തിൽ എല്ലാവിധ വിജയങ്ങളും ആശംസിക്കുന്നു. കൺഗ്രാജുലേഷൻസ്, ഓൾ ദി ബെസ്റ്റ് ഡിയർ. താങ്ക് യു.